കണ്ണൂർ കൂത്തുപറമ്പ് നീർവേലിയിൽ ഒരു വീട്ടിൽ 3 പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 19-കാരനായ കിഷനും മുത്തശ്ശിയുടെ സഹോദരിയുമാണ് മരിച്ചത്. കിഷൻ നേരത്തെ പോക്സോ കേസിൽ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്? എന്താണ് നമുക്ക് പ്രാഥമികമായി ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? കൂട്ടാത്മഹത്യ എന്ന നിഗമനത്തിലാണോ പ്രാഥമികമായി പോലീസ് ഉള്ളത്? ഇന്ന് വൈകിട്ട് 3:30 ഈ സംഭവം നടക്കുന്നത്. കൂത്തുപറമ്പ് നീർവേലിയിലാണ് സംഭവം. ഈ കിഷൻ ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശിയുടെ വീട്ടിൽ താമസിക്കാൻ പോകുന്നത് പതിവായിരുന്നു. ഈ മുത്തശ്ശിയുടെ സഹോദരിയുമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്, നീർവേലിയിലെ വീട്ടിൽ. ഇന്ന് ഇവർ രണ്ടുപേരും ആ വീട്ടിലില്ലാത്തപ്പോൾ കിഷൻ ഇവിടെ എത്തി. അതിനുശേഷമാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇതിനെ തുടർന്ന് ഈ സുഹൃത്തുക്കൾ വീട്ടിലെത്തിയപ്പോഴാണ് തൂങ്ങി നിൽക്കുന്ന നിലയിൽ കിഷനെ കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിയിലാണ് കിഷൻ മരിച്ചത്. ഈ മുത്തശ്ശിയുടെ സഹോദരി റോജിയും ഇവരുടെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഇവർ വീട്ടിലേക്ക് എത്തിയ സമയത്താണ് അയൽവാസികൾ ഈ ചെറുമകൻ മരിച്ച വിവരം പറയുന്നത്. ഇതിനെ തുടർന്ന് ഈ വീട്ടിലേക്ക് അകത്ത് കയറിയ ഇവർ രണ്ടുപേര് 2 മുറികളിലായി തൂങ്ങി മരിക്കുകയായിരുന്നു. പിന്നീട് ഈ വിവരം, ഈ കിഷന്റെ മരണം തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രി കൂത്തുപറമ്പ് പോലീസിനെ അറിയിച്ചു. കൂത്തുപറമ്പ് പോലീസ് ഈ മരണ വിവരം അന്വേഷിക്കാൻ ഈ മൂരിയാട്ടെ വീട്ടിലെത്തിയപ്പോഴാണ് ഈ 2 മുത്തശ്ശിമാരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. 2 വർഷം മുമ്പാണ് ഈ കിഷനെതിരെ ഒരു പോക്സോ കേസ് പോലീസ് എടുത്തിരുന്നത്. രാമന്തളിയിൽ പിതാവും 2 മക്കളും അമ്മയും ആത്മഹത്യ ചെയ്ത വാർത്തയുടെ നടുക്കം മാറും മുമ്പാണ് സമാനമായ ഒരു ആത്മഹത്യാ വാർത്ത കണ്ണൂരിൽ നിന്ന് വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.